അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവശക്തനും നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി ഉൾപ്പെടെയുള്ള അണ്ടകടാഹങ്ങളും സൃഷ്ടിക്കുകയും സർവചരാചരങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ സുപ്രീമസിക്ക്, ആ സുപ്രീം പവറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അത് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ബഹുമാന്യരായ അധ്യക്ഷപ്രസംഗം വഹിച്ച സാജിദ ബീഗം, ഉദ്ഘാടനം നിർവഹിച്ച തുളസി മാഡം, അദ്ദേഹം പോയിരിക്കുന്നു. വിഷയാവതരണം വളരെ വൃത്തിയായി ചെയ്ത ബീഗം ജമീല, പിന്നെ ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ ഒട്ടേറെ മഹനീയ സാന്നിധ്യങ്ങൾ, അതിലുപരി നാനാത്വത്തിലെ ഏകത്വം എന്നോണം ഇത്രയും നേരം ഇവിടെ ജിഷ മാം പറഞ്ഞതുപോലെ വളരെ ക്ഷമയോടെ സഹനത്തോടെ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ സദസ്സിനെ ഭംഗിയാക്കിയ ധന്യമാക്കിയ സഹൃദയരെ എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി പ്രാർത്ഥന പറയുകയാണ്. ഇവിടെ നമ്മൾ മുഹമ്മദ് നബി നീതിയുടെ സാക്ഷ്യം, പ്രവാചകൻ്റെ നീതിയെക്കുറിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്ന ഒരു സൗഹൃദ വേദിയിൽ സംസാരിക്കാൻ ചിന്തിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം അതിനൊരു വേദി ഒരുക്കിയപ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് മനുഷ്യരെന്ന മാനവികത ഉണർന്നിരിക്കുകയാണ്, ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായും നമ്മളെല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞു. ഇവിടെ ഇനിയൊന്നും പറയേണ്ടതില്ല, പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല തന്നെ. എന്നാലും തന്നെ ഇവിടെ വന്നിരുന്ന ഓരോ വിശിഷ്ട വ്യക്തിത്വങ്ങളും അത് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇനി ഇതിൽ കൂടുതൽ പറയാനായിട്ട് ഞാൻ കരുതിയതൊക്കെ പോയിരിക്കണു. എന്നാലും ഇവിടെ എവിടേക്കോ പറഞ്ഞതിൻ്റെ ബാക്കി പിടിച്ച് 1-2 കാര്യങ്ങൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നബിയോടുള്ള ഹുബ്ബുൻ നബി എനിക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് പറഞ്ഞു അനാഥനായ ബാല്യത്തിലെ ജീവിതത്തെക്കുറിച്ച്. സാധാരണ നമ്മളുടെ മക്കൾ നമ്മളിങ്ങനെ ഇടവും വലവും നിന്നിട്ട് അവരെ ഇതരുത്, ഇത് ചെയ്യുക, ഇത് ചെയ്യരുത് സ്വയം കൊടുക്കുന്നില്ല. സത്യമല്ലേ? നമ്മളിലെ ഉമ്മമാർ. ഇനിയോ സ്കൂളിൽ അയച്ചാൽ ടീച്ചേഴ്സ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കയ്യിലൊരു വടി വെച്ചില്ലെങ്കിൽ നിയന്ത്രണം ഇല്ല തന്നെ. ഇനി ഇതിനൊക്കെ പുറമെ മോറൽ വാല്യൂസ് ഉയർത്താൻ വേണ്ടി പല പല ക്ലാസ്സാണ്. ഇനി അഡോളസെൻസ് എത്തിയാൽ പിന്നെ അവനെ പേടിപ്പിക്കുകയാണ്, നീ അഡൾട്ടായി, അതുകൊണ്ട് തന്നെ നിനക്ക് തീർച്ചയായിട്ടും കൗൺസിലിംഗ് ക്ലാസ് വേണം. അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള പലരുടെ അടുത്തേക്കും പിടിച്ചുകൊണ്ട് വരികയാണ്. ഇവന് പല പ്രശ്നങ്ങളും ഉണ്ട്. മാഡം ഒന്ന് ശ്രദ്ധിക്കേ. ഇതൊന്നും ഇല്ലാതെ തന്നെ അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു വിളിപ്പേര് കിട്ടിയ ഒരു ബാലൻ്റെ ജീവിതം എത്ര നല്ലതായിരിക്കും. അത് എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടാവും? ആരും ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കാൻ, ചൊല്ലിക്കൊടുക്കാൻ, തല്ലിക്കൊടുക്കാൻ ഒന്നും ആരും ഉണ്ടായില്ല. എന്നിട്ടും പഠിച്ചെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് വളർന്നപ്പോഴോ അഡോളസെൻസിലൊന്നും വഴിതെറ്റി പോയില്ല തന്നെ. നല്ലൊരു കച്ചവടക്കാരൻ. ആ കച്ചവടത്തിൻ്റെ കൃത്യത കണ്ട്, നീതി കണ്ട് ആ രാജ്യത്തിലെ ഏറ്റവും വ്യവസായ പ്രമുഖ ആ കച്ചവടം മുഴുവൻ അദ്ദേഹത്തിന് ദാനമായി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാണ് ഭർത്താവായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എത്ര വലുതാണ്. ഇതൊന്നും നുബുവത്ത് കിട്ടിയിട്ടല്ല, അതായത് പ്രവാചകത്വം കിട്ടിയിട്ടേ അല്ല നബിക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടിയത് തന്നെ. 40-ാമത്തെ വയസ്സിൽ അത് കിട്ടുമ്പോഴത്തേനും നുബുവത്ത് നബി ആകുക, പ്രവാചകനാവുക എന്ന അള്ളാഹുവിൻ്റെ കടമ പൂർണ്ണമാക്കുന്നതിന് മുമ്പേ തന്നെ ഇത്രയും നല്ലൊരു മനുഷ്യനായി ജീവിച്ച നമ്മുടെ മുത്തു നബി നമുക്ക് എന്ത് പറഞ്ഞു തന്നില്ല. ഇത് എവിടുന്ന് കിട്ടി? തീർച്ചയായും ജഗന്നിയന്താവിൻ്റെ ആ വേദഗ്രന്ഥത്തിലൂടെ ഇവിടെ ജിസാമേമോ ദീപാമേമൊക്കെ സംസാരിച്ചു ഖുറാനെക്കുറിച്ച്. അത് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് നമ്മളെല്ലാവരും. കാരണം അതിനകത്ത് കലർപ്പില്ല, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അതൊരു പ്രകാശമായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊടുത്തയച്ചപ്പോൾ നമ്മളതിൽ പിന്തുടർന്നപ്പോൾ നമുക്കവിടെ കറകളഞ്ഞ ഒരു പ്രവാചകനെ ലോകം അവസാനം വരെ അല്ലെങ്കിൽ ഈ ലോക ജനതയ്ക്ക് മൊത്തമായിക്കൊണ്ട് ലഭിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ നീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, ചർച്ച ചെയ്യണം. പക്ഷെ ഇവിടെ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ സദസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടോ നമ്മളൊന്നും പറയാതെ പോയൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ബഹുഭാര്യത്വം. അത് ഞാൻ തന്നെ പറയുമ്പോൾ ഒരു വിഷമം വരില്ലല്ലോ, അതുകൊണ്ട് ഞാനതൊന്ന് പറയുകയാണ്. നമുക്ക് തോന്നുന്നുണ്ടോ ഒരു സ്ത്രീ ലംബടനായൊരു നബിയായിരിക്കും അദ്ദേഹം എന്ന്? ഒരിക്കലും അല്ല. എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെല്ലാവരും ചെറുപ്പക്കാരായിരുന്നോ? അതുമല്ല. ടീനേജിലുള്ള ഐഷ ബീവി, ഒരു മിഡിൽ ഏജിലുള്ള അതായത് മധ്യവയസ്കയായ ഖദീജ ബീവി, വാർദ്ധക്യത്തിലെത്തിയ സൗദ ബീവി, ഇങ്ങനെ 3 പേരെ മാത്രം ഞാനിവിടെ എടുത്ത് പറയുകയാണെങ്കിൽ എവിടെയും സ്നേഹങ്ങൾ വ്യത്യസ്തപ്പെട്ടു പോയിട്ടില്ല. ഉണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
ഒരു ഭാര്യയെ വെച്ചിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ പെടുന്ന കഷ്ടം അല്ലേ? നമുക്കിപ്പോൾ അവിടെ അങ്ങനെ പറയാമല്ലോ. കാര്യം നമ്മളൊക്കെ പറയും മതിയായി, പരീക്ഷണമാണ്, എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയെന്ന്. സത്യത്തിലല്ല ഡിയേഴ്സ്, നമ്മളെ കൊണ്ട് അവരാണ് കഷ്ടപ്പെടുന്നത്. കുണുകുണു എന്ന് പറയാത്ത ഒരു ദിവസത്തിൻ്റെ അവസാനമെങ്കിലും അത് പറയാതെ ഒന്ന് ഉറങ്ങാറുണ്ടോ നമ്മൾ? എന്തെങ്കിലും നമ്മുടെ അപ്രിയങ്ങൾ വളരെ തുറന്ന് പറഞ്ഞല്ലേ നമ്മൾ? അതിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഞാൻ പറയും, ഇതല്ലേ നമ്മളുടെ ഒരു രീതി. അദ്ദേഹം നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്തായാലും അസ്വാരസ്യങ്ങൾ ഉള്ളത് തന്നെയാണ് ജീവിതം. എങ്കിലും അവിടെ കൂടിയപ്പോഴുള്ള ഇമ്പത്തെ കൂട്ടിപ്പിടിച്ചപ്പോൾ ഒരു കുടുംബവും നമ്മൾ സൃഷ്ടിച്ചെടുത്തു, സന്താനോൽപാദനം നമ്മൾ നടത്തി, അവരെ വളർത്തി, എല്ലാം ചെയ്തു. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലും ഒരിക്കലും ഒരു പത്നിമാരും പരസ്പരം കലഹിക്കാതെ, കുറ്റപ്പെടുത്താതെ, ഒടുവിൽ ഐഷ ബീവിയോട്, ഏറ്റവും ഇളയതായ ഐഷ ബീവിയോട് ചോദിച്ചപ്പോൾ ഖുർആൻ്റെ കൃത്യമായ പകുതി, അതാണ് പ്രവാചകൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് കൃത്യമായൊരു ഖുർആനാണ്, സഞ്ചരിക്കുന്ന ഖുർആനാണെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ എത്രമാത്രം നല്ലതായൊരു ഭർത്താവായിരുന്നിരിക്കണം എന്ന് കരുതി ഭാര്യമാരൊക്കെ നോട്ട് ആൻ ഏഞ്ചൽസ്, ദേ ആർ നോട്ട് ആൻ ഏഞ്ചൽസ്. അവരും നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിരുന്നു. അത്യാവശ്യം ചെറിയ ചെറിയ പരാതികളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബജീവിതത്തിലാണ് കൃത്യമായി നീതി പുലർത്തി നല്ലൊരു ഭർത്താവായി, നല്ലൊരു പിതാവായി, ഒടുവിൽ മദീനയുടെ നല്ലൊരു ഭരണാധികാരിയായി, ലോകത്തിനൊരു അനിഷേധ്യ നേതാവായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇതിവിടെ പറയാതെ വയ്യ. തീർച്ചയായിട്ടും എൻ്റെ മോഹം കൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇപ്പോഴല്ലായിരുന്നു ജനിക്കേണ്ടിയിരുന്നത്. ഞാൻ എൻ്റെ ദൈവത്തോട്, ജഗന്നിയന്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, എന്തുകൊണ്ട് എന്നെ അന്ന് ആ പ്രവാചകൻ്റെ പൂക്കുന്ന മണ്ണിൽ എന്നെ ജനിപ്പിച്ചില്ല. എൻ്റെ മോഹമാണ്, പിന്നെ അതിമോഹമാണ്. കാരണം റസൂലുള്ളാഹിനോട് പലരും ചോദിക്കുമായിരുന്നു അത്രേ, എന്നെ അങ്ങയുടെ ഭാര്യയാക്കുമോ? ഈ പറഞ്ഞ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ ഒരു കംപ്ലൈൻറ്റ് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും സ്ത്രീകളല്ലേ പറയുക തന്നെ ചെയ്യും, എന്തെങ്കിലും അപ്രിയ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോയി പറയുമായിരുന്നോ, എന്നെ ഒന്ന് നിങ്ങളുടെ ഭാര്യാപദം തന്ന് അലങ്കരിക്കുമോ? ഈ ലോകത്തെ സുഖത്തിന് വേണ്ടിയല്ല, നാളത്തെ സ്വർഗത്തിലെ സ്ഥാനത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന മരിയത്തുൽ ഖിബ്തിയ പോലെയുള്ള സ്ത്രീ ജനമാവാൻ ഞാൻ എപ്പോഴൊക്കെയോ അതിമോഹം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മളിതിങ്ങനെ ഓർത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഓർക്കാതെ പോകുന്നത് അല്ലെങ്കിൽ പറയാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇത് പ്രവാചകൻ്റെ ജനനമാസമാണ്. തീയതി കൃത്യമായി പറയുന്നില്ലെങ്കിലും ജനനമാസമാണ്. ഈ ഒരു മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഇത്രയും നല്ലൊരു ചർച്ചാവേദി തന്ന് നമ്മളെ ഇവിടെ ഒന്നിച്ചിരുത്തി പ്രവാചകനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാനൊരവസരം ഒരുക്കി തന്നതിന് ആശംസ അറിയിക്കുകയാണ്. ഇത് വിജയിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 10 മിനിറ്റ് വൈകിയാണ് വണ്ടി ഓടുന്നതെങ്കിലും കൃത്യസമയത്ത് തന്നെ എത്തുകയും ചെയ്യും, അത് ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യും. അതുണ്ടാവട്ടെ എന്ന് വീണ്ടും ജഗന്നിയന്താവിനോട്, ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്.